പേജ് നമ്പർ 338. അടുത്തത് ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സെക്ഷൻ ഏതാ? 80C. ഇനി പഠിക്കാൻ പോണത് സെക്ഷൻ 80CCC. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. ഇതെന്താണ്? പെൻഷൻ ഫണ്ടാണ്. എ ഡിഡക്ഷൻ ഇസ് അവൈലബിൾ ടു ആൻ ഇൻഡിവിജ്വൽ ഫോർ എനി എമൗണ്ട് പെയ്ഡ് ടു ആൻ ആനുവിറ്റി പ്ലാൻ ഓഫ് LIC. LICയുടെ ആനുവിറ്റി പ്ലാനിലേക്ക് അല്ലെങ്കിൽ അതർ ഇൻഷുറർ ഫോർ റിസീവിങ് പെൻഷൻ ഫ്രം ദി ഫണ്ട് അപ് ടു 1,50,000. എൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് വയസ്സുകാലത്ത് പെൻഷൻ കിട്ടണം. ആ ഉദ്ദേശത്തോടു കൂടി LICക്കോ വേറെ ഇൻഷുറർക്കോ ഞാൻ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാസം മാസം ഇടുമല്ലോ. അതെന്താണ്? എൻ്റെ 80CCC ആണ്. അപ്പോൾ തൊട്ട് മുമ്പിൽ 80Cയിൽ നമ്മൾ പെൻഷൻ എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുണ്ടാ? പെൻഷൻ എന്ന ടേം നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പോഴാണ് നമ്മൾ ആദ്യം പെൻഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. പെൻഷൻ ഫണ്ട് ആരുടെയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? LICയുടെ അല്ലെങ്കിൽ അതർ ഇൻഷുറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എത്ര രൂപ വരിക? തൊട്ട് മുമ്പ് പറഞ്ഞ 80Cയും ഈ 80CCCയും ഒക്കെ 1,50,000. 80Cയും 80CCCയും കൂടിയിട്ടും എത്ര പാടുള്ളൂ? 1,50,000 പാടുള്ളൂ. അതിൻ്റെ രസം അവിടെ 1,50,000, ഇവിടെ വീണ്ടും 1,50,000, 3 ലക്ഷം കിട്ടില്ല. അവിടെയും ഇവിടെയും കൂടിയിട്ട് എത്ര കിട്ടുള്ളൂ? 1,50,000 കിട്ടുള്ളൂ. അപ്പം അവിടെ ഒരു 70, ഇവിടെ ബാക്കിയുള്ള 80, അങ്ങനെ പറ്റും. രണ്ടും കൂടി 1,50,000. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് 80CCD. Deduction in respect of contribution to pension scheme of central government by central government or any other employer. ഏത് എംപ്ലോയർ ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ്റും ആയിക്കോട്ടെ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിലേക്കാണ്. നേരത്തെ പറഞ്ഞത് LICയുടെയോ വേറെ ഇൻഷുററുടെയോ പെൻഷൻ ഫണ്ട്. ഇവിടെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ടിലേക്കാണ് പൈസ ഇടുന്നതെങ്കിൽ അതെന്താ? സെക്ഷൻ CCD. C പഠിച്ചു, CCC പഠിച്ചു, CCD. CCD വീണ്ടും തരംതിരിക്കുന്നുണ്ട്. CCD1, CCD1B, CCD2. ഓക്കെ. എന്താണ് CCD1? ഡിഡക്ഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഓർ അസസീസ് കോൺട്രിബ്യൂഷൻ. ഇവിടെ പറയാൻ പോണത് എംപ്ലോയിയുടെയോ അല്ലെങ്കിൽ അസസിയുടെ കോൺട്രിബ്യൂഷനാ. ഏതാ? CCD1 അല്ലേ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. ഡിഡക്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഇസ് allowed to an assessee who is an individual and is employed by central government on or after 1/1/2014 or an employee of any other employer. രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വല് ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആവാം, അല്ലെങ്കിൽ എനി അതർ എംപ്ലോയർ ആവാം, വേറെ ഏതോ എംപ്ലോയർ ആവാം, അല്ലെങ്കിൽ എനി അതർ അസസി ബീയിങ് ആൻ ഇൻഡിവിജ്വൽ. അല്ലെങ്കിൽ എന്താ? ഒരു സാധാരണ ഒരു ഇൻഡിവിജ്വൽ അസസി. രണ്ടും ആവാം. എംപ്ലോയി ആവാം, ഒരു സാധാരണ ഇൻഡിവിജ്വൽ അസസി ആവാം. എംപ്ലോയി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ ജോലിയുള്ള ആളും ജോലിയില്ലാത്ത ആളും. അതാണല്ലോ ഇനി അതർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ. ഇനി അവർക്ക് ഡിഡക്ഷൻ ഇസ് അലൗഡ് ഓൺ അക്കൗണ്ട് ഓഫ്, ഒന്നാമത്തെ പോയിന്റ്, എനി എമൗണ്ട് നോട്ട് എക്സീഡിങ് 10% of the salary of the previous year paid or deposited by the employee in his account under the notified pension scheme. ഈ പറയുന്നതൊക്കെ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ആ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതാണ് കുറേ നേരമായി ശ്രദ്ധിക്കുന്നത്. 10% of salary or the amount deposited by the employee. രണ്ട് കാര്യം പഠിക്കണം. അതാണ് അണ്ടർലൈൻ ചെയ്തത്. എംപ്ലോയി ആണെങ്കിൽ അയാളുടെ 10% ഓഫ് സാലറിയോ അല്ലെങ്കിൽ അയാളെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയോ, വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അതാണ് അയാളുടെ കോൺട്രിബ്യൂഷൻ.
മനസ്സിലായില്ലേ? അപ്പോൾ എംപ്ലോയി ആണ് നമ്മൾ എന്താ പറഞ്ഞത്, ഇതെന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ടിലേക്ക് അയാൾ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞു. അയാൾക്ക് ഒന്നല്ലെങ്കിൽ അയാളൊരു എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ അയാളൊരു സാധാരണ ജോലി ഇല്ലാത്ത ആളായിരിക്കാം. അയാൾ ജോലിയുള്ള ആളാണെങ്കിൽ 10% ഓഫ് അയാളുടെ സാലറി അല്ലെങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ഏതാണോ കുറവ് അതായിരിക്കും പെൻഷൻ ഫണ്ടിലേക്ക് ഇടുന്ന എമൗണ്ട് ആയിട്ട് ഞാൻ കണക്കാക്കുക. ഓക്കെ, ഒന്നുകൂടി കഴിയട്ടെ. രണ്ടാമത് പറയുന്നത് നോട്ട് സാലറീഡ്. അവിടെ എഴുതണം നോട്ട്, ആ രണ്ടിൻ്റെ അവിടെ നിങ്ങൾ എഴുതണം നോട്ട് സാലറീഡ്. എംപ്ലോയി അല്ല അയാൾ, നോട്ട് സാലറീഡ്. അയാൾക്ക് ജോലിയില്ലാന്ന് വിചാരിക്കേ, ജോലിയില്ലെങ്കിൽ എനി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ അതർ അസസി ബീങ് ആൻ ഇൻഡിവിജ്വൽ ടു പെൻഷൻ സ്കീം നോട്ട് എക്സീഡിങ് 20% ഓഫ് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഇൻ ദി പ്രീവിയസ് ഇയർ. അതായത് 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടോ വിച്ച് എവർ ഈസ് ലെസ് ആണ് അവിടെയും വരിക. ഒന്നുകൂടി പറയാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് നമ്മൾ പറഞ്ഞത്, അതിനൊരു പേരുണ്ട് താഴത്ത് കണ്ട, ന്യൂ പെൻഷൻ സിസ്റ്റം ഓർ അടൽ പെൻഷൻ യോജന. ഇത് രണ്ടും ഏതിൽ വരുന്നതാ? സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ജോലിയുള്ള ആളാണെങ്കിൽ അടൽ പെൻഷൻ യോജനയിൽ നിങ്ങൾക്ക് ചേർന്നിട്ട് എല്ലാ മാസവും പെൻഷൻ ഫണ്ടിലേക്കായിട്ട് കാശിട്ടാൽ ഡിഡക്ഷൻ കിട്ടും. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ല, പക്ഷേ വയസ്സുകാലത്ത് നിങ്ങൾ നോക്കുന്ന വലിയ ധാരണ അല്ലെങ്കിൽ അവർ നല്ലത് എന്ത് ചെയ്യണതാ, പെൻഷൻ ഫണ്ടിലേക്ക് ഇടുന്നതാ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% അല്ലെങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് അവർക്ക് എന്തായി കിട്ടും, ഡിഡക്ഷനെ കിട്ടും. മക്കള് നന്നായിട്ട് നോക്കുന്ന ധാരണ വേണമെങ്കിൽ ഈ ചെറുപ്പകാലത്ത് വല്ലതും കാണിക്കണം. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ജോലി. നെക്സ്റ്റ് CCD 1B, തൊട്ട് മുമ്പ് പഠിച്ചത് CCD 1, ഇത് 1B ആണ്. ഇതിൽ കുറച്ച് പ്രത്യേകത ഉണ്ട്. ഡിഡക്ഷൻ ഓഫ് 50,000 അണ്ടർ സെക്ഷൻ 80 CCD 1B. The employee or individual referred to in section 80 CCD 1. അതായത് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള എംപ്ലോയിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ ജോലിയില്ലാത്ത ആളോ shall be allowed a deduction in computation of his total income whether or not any deduction is allowed under section 80 CCD. The whole amount paid or deposited in the previous year or 50,000. മുഴുവനായിട്ടും ഇട്ട കാശോ അല്ലെങ്കിൽ 50,000 രൂപയോ ഏതാണോ കുറവ് അത് അഡീഷണൽ ആയിട്ട് 1,50,000 പുറത്ത് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് 80 CCD 1B. ഇനി 80 CCD 2 ഉണ്ട്. 2 പറയുന്നത് ഡിഡക്ഷൻ ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ പറയണത്. നേരത്തെ നമ്മൾ 80 CCD 1 പറഞ്ഞത് എംപ്ലോയിയുടെ അല്ലെങ്കിൽ അസസിയുടെ കോൺട്രിബ്യൂഷനാണ്. ഇത് പറഞ്ഞത് ആരാ, നമുക്ക് വേണ്ടി എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എനി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി എംപ്ലോയർ, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം അല്ലാത്ത എംപ്ലോയർ ആയിരിക്കാം, ടു സച്ച് പെൻഷൻ ഫണ്ട് ഷാൽ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പോൾ എമൗണ്ട് എത്രയാ, 20% ഓഫ് ദ സാലറി വരെ, ഓർ ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് വിച്ച് എവർ ഇസ് ലെസ്, 20% ഓഫ് സാലറി വരെ. താഴത്ത് 2 പാരഗ്രാഫ് കഴിഞ്ഞാൽ കാണാം എന്താണ് സാലറി, മീനിങ് ഓഫ് സാലറി. ഹിയർ സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഇൻ ടേംസ് ആൻഡ് ഇറ്റ് എക്സ്ക്ലൂഡ് ഓൾ അലവൻസ് ആൻഡ് പെർക്വിസിറ്റ്. എന്ത് ഉൾപ്പെടില്ല, അലവൻസും പെർക്വിസിറ്റും ഒന്നുമില്ല, 2 കാര്യങ്ങൾ മാത്രം, വെറും ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ് ഇൻ ടേംസും. എഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ശ്രദ്ധിക്കേണ്ടത്, സിയും CCCയും CCD 1ഉം കൂടി 1,50,000 വരാൻ പാടൂ. ഒരു 50,000 CCD 1B എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഡീഷണൽ ഡിഡക്ഷൻ. 150 പുറത്ത് കിട്ടുന്ന ഡിഡക്ഷനാണ് 50,000 DD 1B. ഇത്രയും മതി. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ശ്രീമതി ദേവി ഹൂ ഈസ്. ഇതൊന്നും ഈ ചോദ്യമൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ, ഡിഡക്ഷൻ മാത്രമായിട്ടും വരില്ല. നമുക്ക് വരിക വലിയൊരു ചോദ്യം, എല്ലാ ഹെഡും ഉണ്ടാവും, അതിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ടാവും, അതാണ് വരിക. ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ശ്രീമതി ദേവി ഹൂ ഈസ് സെൽഫ് എംപ്ലോയിഡ് ഈസ് കമ്പ്യൂട്ടഡ് അറ്റ് 6,20,000. ഷീ ഹാസ് ഡെപ്പോസിറ്റഡ് 90,000 ഇൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, 1,80,000 ഇൻ പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീമിൽ 1,80,000 ഇട്ടുണ്ട്. കമ്പ്യൂട്ട് ഹെർ ടാക്സബിൾ ഇൻകം. അപ്പോൾ പേജ് മറക്കുക. ഈ സ്ത്രീയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 6,20,000 ആണ്.
അതിന് ഡിഡക്ഷൻസ് കിട്ടുക എന്തിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കണം. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതെന്തായിട്ടാണ് വരിക? നമ്മുടെ 80C ആണ് അല്ലേ? പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 80C ആണ്. എത്രയാ? 90,000 രൂപ. ഇനി 80CCD1 അവരിട്ടേക്കണത് 1,80,000 രൂപയാണ്. CCD1 1,80,000 ആണ്. അവരെങ്ങനത്തെ ആളാണ്? സെൽഫ് എംപ്ലോയിഡാണ്. അതൊക്കെ എംപ്ലോയർ ഒന്നുമില്ല. സെൽഫ് എംപ്ലോയിഡ് ആയത് നോട്ട് സാലറിഡ്. അപ്പം നമ്മൾ എത്ര നോക്കുന്നുണ്ട്? അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% അല്ലെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത 1,80,000 വിച്ച് എവർ ഈസ് ലെസ്. അപ്പം നിങ്ങൾ അവിടെ എഴുതുക 20% ഓഫ് GTI എഴുതിയില്ലേ, ഇൻറ്റു അവിടെ 6,20,000 എഴുതുക. 6,20,000 20% 1,24,000 ആണോ? ആയിരിക്കും. അപ്പോൾ 1,24,000 1,80,000 വിച്ച് എവർ ഈസ് ലെസ്? 1,24,000. അതുകൊണ്ട് CCD1 പ്രകാരം അവർക്ക് എത്രയാ കോൺട്രിബ്യൂഷൻ വരിക? 1,24,000 വരും. നമ്മുടെ C പ്രകാരം 90 വരും. 2,14,000 അവർ കോൺട്രിബ്യൂഷൻ വന്നു. പക്ഷേ എത്രയാ അവർക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമോ? 1,50 അത് രണ്ടും കൂടിയിട്ട് പാടുള്ളൂ. അതുകൊണ്ടാണ് ലിമിറ്റഡ് ടു അണ്ടർ സെക്ഷൻ 80 CCE 1,50 എഴുതാൻ കാരണം അവർക്ക് 1,50 കിട്ടൂ 2,14 കോൺട്രിബ്യൂട്ട് ചെയ്താലും. ഇനി ഈ തൊട്ട് മുകളിലത്തെ പെൻഷൻ ഫണ്ടിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അഡീഷണൽ ആയിട്ട് അവർക്ക് 50,000 ക്ലെയിം ചെയ്യാൻ പറ്റും. അസസി കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതാണ് CCD1B പ്രകാരം അഡീഷണൽ 50,000 അവർക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ 2 ലക്ഷം രൂപ അവർക്ക് മൊത്തമായിട്ട് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, CCD1B ഉണ്ടെങ്കിലും CCD1 ഉണ്ടെങ്കിലും എന്താ വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. CCD1 വരെ ആ പോയിന്റ് വരെ 1,50, അതിൻ്റെ തൊട്ട് താഴത്തേക്ക് 50,000 എക്സ്ട്രാ. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി നോക്കാം. ഒന്നുകൂടി പറയാം, ഇത് നിർത്തിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. During 2019-20, Mr. Thomas deposited the following amount. Statutory Provident ഫണ്ടിലേക്ക് 40,000. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഏത് സെക്ഷനാ? ഉറക്കെ പറ. 80C കണ്ടാ ഉണ്ടാടിക്കണടാ. PPF പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 80C. പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് CCD. Employer also contributed 1,20,000 to the fund. Compute amount of deduction available from gross total income. ആദ്യം ജസ്റ്റ് പ്രോബ്ലം ഒന്ന് പറയാം, എന്നിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ് അവൈലബിൾ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എത്ര രൂപ ഡിഡക്ഷൻ കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 40,000, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 50,000, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 40,000. അതാണ് സിയിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ. ആ രണ്ടും കൂട്ടുമ്പോൾ 90,000 ഇന്നർ കോളത്തിലിട്ടു. 2 കോളം വേണേ, ഇന്നർ കോളത്തിലിട്ടു. പെൻഷൻ ഫണ്ടിലേക്ക് അയാൾ ഇടുന്നത് ഇയാൾ ജോലിക്കാരനാണ്. അയാളുടെ സാലറിയുടെ 15% ഇട്ട എമൗണ്ടാണ് 1,80,000. പക്ഷെ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ 10% പാടുള്ളൂ. അപ്പം നമ്മൾ കണ്ടുപിടിക്കണം അയാളുടെ മൊത്തം സാലറി എത്രയാണ്. അതാണ് വർക്കിംഗ് നോട്ടിലെ സാലറി ഓഫ് ദ എംപ്ലോയി 1,80,000 ഇൻറ്റു 100/15 ചെയ്താൽ അയാളുടെ ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ പറ്റും. 12 ലക്ഷം. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1,20,000 വരുള്ളൂ. അപ്പോൾ അവിടെ CCD പ്രകാരം അയാൾക്ക് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുമോ? 1,80,000 ഓർ 1,20,000 വിച്ച് എവർ ഈസ് ലെസ്. കാരണം അവിടെ വിച്ച് എവർ ഈസ് ലെസ് എന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പം നിങ്ങൾ അവിടെ എഴുതണം, ആ കണ്ടീഷൻ പഠിക്കണം, ആ കൃത്യമായിട്ട് എഴുതിയാലും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് 1,20,000 CCD പ്രകാരം എഴുതി. എന്നിട്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ 2,10,000 കിട്ടി. പക്ഷേ നമുക്ക് സിയും CCCയും CCD കൂടിയിട്ട് നമുക്ക് 1,50,000 കിട്ടുള്ളൂ. അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ 1,50. ഇനി അഡീഷണൽ ഡിഡക്ഷൻ എന്ത് കിട്ടും? അയാൾക്ക് 50,000 കിട്ടും, അത് കിട്ടും. ഇനി CCD എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്ര ശതമാനം കിട്ടുക? നോട്ട് എക്സീഡിങ് <20% ഓഫ് ദി സാലറി. അപ് ടു 20% കിട്ടും.
അപ്പോൾ എംപ്ലോയർ എത്ര രൂപയെ കോൺട്രിബ്യൂട്ട് ചെയ്ത്? എംപ്ലോയർ 1,20,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ 20% ഓഫ് സാലറി എത്ര നോക്കുക, വിച്ച് എവർ ഈസ് ലെസ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 1,20,000 കുറവ്. അപ്പോൾ ആ എമൗണ്ടാണ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. അങ്ങനെ മൊത്തത്തിൽ അയാൾക്ക് 3,20,000 രൂപ വരെ ക്ലെയിം ചെയ്യാം.